DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഇന്ന് പാൻ കാർഡ് ഉണ്ട്. പാൻ കാർഡിൽ നമ്മൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും പിഴ നൽകേണ്ടി വരികയോ സാമ്പത്തിക ഇടപാടുകൾ തടസ്സപ്പെടുകയോ ചെയ്തേക്കാം. ഇത്തരത്തിൽ പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഇന്ത്യയിൽ ഏതൊരു പൗരന്റെയും സാമ്പത്തിക രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൻ കാർഡ് അഥവാ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ആദായനികുതി വകുപ്പാണ് പാൻ കാർഡ് നൽകുന്നത്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും നികുതി അടക്കുന്നതിനും വീടും ഓഹരികളും വാങ്ങുന്നതിനും തുടങ്ങി ഭൂരിഭാഗം സാമ്പത്തിക കാര്യങ്ങൾക്കും പാൻ കാർഡ് ആവശ്യമാണ്. നികുതിദായകരുടെ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിനാണ് ആദായനികുതി വകുപ്പ് പാൻ കാർഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഓരോ നികുതിദായകനും നൽകുന്ന ഈ നമ്പർ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഒരു സീരിയൽ നമ്പറിൽ ഒരു കാർഡ് മാത്രമേ രാജ്യത്തുണ്ടാകൂ. അതിനാൽ ഒരാൾക്ക് ലഭിക്കുന്ന പാൻ നമ്പർ രാജ്യത്ത് വേറെ ആർക്കും ഉണ്ടാകില്ല. പാൻ കാർഡ് നൽകുന്നതിലൂടെ ഓരോ നികുതിദായകന്റെയും സാമ്പത്തിക ഇടപാടുകൾ ക്രോഡീകരിച്ച് അവലോകനം ചെയ്യാൻ ആദായ നികുതി വകുപ്പിന് എളുപ്പത്തിൽ കഴിയും. ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ കമ്പനികളുടെയും പേരിലുള്ള പാൻ കാർഡ് നമ്പറിലായിരിക്കും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ നികുതി സംബന്ധമായ എല്ലാ വിവരങ്ങളും ആദായ നികുതി വകുപ്പിന് എളുപ്പത്തിൽ പരിശോധിക്കുവാനും നികുതി വെട്ടിപ്പുകൾ തടയാനും സാധിക്കും. മാത്രമല്ല, അനധികൃതമായ പണമിടപാടുകൾ തടയാനും പാൻ കാർഡ് സഹായിക്കും. പാൻ കാർഡ് ഏതൊക്കെ കാര്യങ്ങൾക്ക് നിർബന്ധമാണെന്ന് പല ആളുകൾക്കും അറിയില്ല. 50,000 രൂപയ്ക്ക് മുകളിൽ ബാങ്കിൽ നിക്ഷേപം നടത്തുമ്പോൾ പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടതായി വരും. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡ്രാഫ്റ്റ് നിക്ഷേപിക്കുമ്പോഴും പാൻ കാർഡ് നമ്പർ ചോദിക്കും. ക്രെഡിറ്റ് കാർഡിനോ മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ പദ്ധതികൾക്കോ അപേക്ഷിക്കുന്ന സമയത്തും പാൻ കാർഡ് ആവശ്യമാണ്. 1 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ആസ്തികളുടെ ഇടപാടുകൾ നടത്തുമ്പോഴും പാൻ കാർഡ് വേണം. 5 ലക്ഷത്തിൽ കൂടുതൽ മൂല്യമുള്ള സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിലും പാൻ കാർഡ് വേണം. മോട്ടോർ വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴും പാൻ കാർഡ് വിവരങ്ങൾ നൽകണം. കയറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ്. 25,000 രൂപയ്ക്ക് മുകളിലുള്ള വിദേശ യാത്രകൾ നടത്തുന്നതിനും പാൻ കാർഡ് വേണം. ഇപ്പോൾ 1 പവൻ സ്വർണം വേണമെങ്കിൽ പോലും പാൻ കാർഡ് നിർബന്ധമാക്കുന്ന അവസ്ഥയിലേക്കും സ്വർണ്ണവില എത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഓരോ പൗരനും ഒരു പാൻ കാർഡ് മാത്രമേ ഉണ്ടാകൂ. നമ്മുടെ രാജ്യത്ത് വിവിധതരം പാൻ കാർഡുകളുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓരോ വ്യക്തികൾക്കും നൽകുന്ന സാധാരണ പാൻ കാർഡാണ്. രണ്ടാമത്തേത് രാജ്യത്തുള്ള കമ്പനികൾക്ക് നൽകുന്ന പാൻ കാർഡുകളാണ്. മൂന്നാമത്തേത് വിദേശ പൗരന്മാർക്ക് നൽകുന്ന പാൻ കാർഡാണ്. വിദേശ കമ്പനികൾക്കും പാൻ കാർഡ് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഈ 4 തരത്തിലുള്ള പാൻ കാർഡുകൾ ഇന്ത്യയിലുണ്ട്. ഒരു വ്യക്തിയുടെ പാൻ കാർഡിൽ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ കമ്പനികളുടെ പാൻ കാർഡിൽ ഒരു വ്യക്തിയുടെ ഫോട്ടോയോ ഒപ്പോ ഉണ്ടായിരിക്കില്ല. പാൻ കാർഡ് കാലഹരണപ്പെടുമോ അല്ലെങ്കിൽ ഇത് പുതുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലർക്കും സംശയമാണ്. ഒരു വ്യക്തിക്ക് പാൻ കാർഡ് നൽകുമ്പോൾ അത് ആജീവനാന്തം നൽകുന്നതാണ്. അത് പുതുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാൻ കാർഡ് 2.0 കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും മുമ്പ് നൽകിയ പാൻ കാർഡ് നമ്പർ തന്നെയാണ് പുതിയതിലും ഉണ്ടാവുക. ഒരു പാൻ കാർഡ് റദ്ദാകുക ആ പാൻ കാർഡ് ഉടമയുടെ മരണത്തോടു കൂടിയായിരിക്കും. അതിനാൽ തന്നെ പാൻ കാർഡുകൾ കാലഹരണപ്പെടുന്നു എന്നുള്ള സന്ദേശങ്ങൾ എത്തുമ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ആദായ നികുതി നിയമം 1961 സെക്ഷൻ 139A പ്രകാരം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വെക്കാൻ അനുവാദമുള്ളൂ. നിങ്ങളുടെ പേരിൽ ഒരു പാൻ കാർഡ് നിലവിലുണ്ടെങ്കിൽ വീണ്ടും പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കാനുള്ള അർഹതയില്ല. അങ്ങനെ ചെയ്യുന്നത് നിയമലംഘനമാണ്. ആരെങ്കിലും അറിയാതെ 2 പാൻ കാർഡുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് സറണ്ടർ ചെയ്യണം. 2 പാൻ കാർഡ് ഉള്ളവർ അതെങ്ങനെ സറണ്ടർ ചെയ്യണമെന്ന് നോക്കാം. അതിനായി ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക NSDL പോർട്ടലിലേക്ക് പോയി അപ്ലൈ ഫോർ പാൻ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ആപ്ലിക്കേഷൻ തരം വിഭാഗത്തിന് താഴെ നൽകിയിട്ടുള്ള നിലവിലുള്ള പാൻ ഡാറ്റയിലെ തിരുത്തൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പാൻ റദ്ദാക്കൽ ഫോം സ്ക്രീനിൽ ദൃശ്യമാകും. ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക. കൂടാതെ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാൻ കാർഡ് വിവരങ്ങളും സൂചിപ്പിക്കുക. പിന്നീട് സമർപ്പിക്കുക എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവസാനമായി ഓൺലൈൻ പേയ്മെന്റ് നടത്തി ഭാവി ആവശ്യങ്ങൾക്കായി ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉള്ളവർ ഇങ്ങനെ സറണ്ടർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ ആദായ നികുതി നിയമത്തിലെ ലംഘനമായി കണക്കാക്കുന്നതിനാൽ പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വന്നേക്കാം. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ 1961 ആദായ നികുതി നിയമം 272B വകുപ്പ് പ്രകാരം ആദായ നികുതി വകുപ്പ് അവർക്കെതിരെ നടപടി ആരംഭിക്കുന്നതാണ്. ഈ നിയമപ്രകാരം 10,000 രൂപ മുതൽ 15,000 രൂപ വരെയൊക്കെ പിഴ ചുമത്തുകയും ചെയ്യും. ഇനി പാൻ കാർഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോഴും അത് നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡിന്റെ വെബ്സൈറ്റ് വഴിയാണ് നടത്തേണ്ടത്. അല്ലെങ്കിൽ UTISL പോർട്ടൽ മുഖേനയും നടത്താവുന്നതാണ്. ചില സമയങ്ങളിൽ കുട്ടികൾക്കും പാൻ കാർഡ് വേണ്ടിവരും. കുട്ടിയുടെ പേരിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേരുകളിലുള്ള നിക്ഷേപത്തിൽ കുട്ടിയെ നോമിനിയാക്കണമെന്നുണ്ടെങ്കിലും കുട്ടിക്ക് പാൻ കാർഡ് വേണം. പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് വരുമാന സ്രോതസ്സുണ്ടെങ്കിലും പാൻ കാർഡ് വേണ്ടിവരും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.